ഭാരത സർക്കാർ തപാൽ വകുപ്പ് പറവൂർ സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന തപാൽ മേള സംഘടിപ്പിച്ചു. മേള സംഘടിപ്പിച്ചത് പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾക്ക് ജനങ്ങൾക്കരികിലേക്കെന്ന സന്ദേശവുമായി. തപാൽ മേള പറവൂർ തഹസിൽദാർ ടോമി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എടത്തുവയിൽ ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആന്റപ്പൻ അമ്പിയായത്തിന്റെ 50ാം ജന്മദിനം ആചരിച്ചു. ആന്റപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും കുട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കർഷക സംഘടനകളുടെ പ്രതിഷേധം. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇടതുപക്ഷ കർഷക സംഘടനകളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം ആർ അമ്പിളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനെൽ കൃഷി വിളവെടുപ്പ് നടത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ നെൽക്കതിർ കൊയ്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടം. വള്ളത്തിലുണ്ടായിരുന്നവരെ മത്സ്യത്തൊഴിലാളികളെയും കോസ്റ്റൽ പോലീസും ഫിഷറീസ് റെസ്ക്യൂ ടീമും ചേർന്ന് രക്ഷപ്പെടുത്തി. കോട്ടയം വൈക്കത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കേര കർഷക സംഗമത്തിന് തുടക്കം. ചടങ്ങ് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടിന് തെങ്ങിൻ തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ചടങ്ങിൽ ആവശ്യപ്പെട്ടു. രാജസ്ഥാനിൽ വ്യോമസേനയുടെ MiG-29 വിമാനം തകർന്നു വീണു. അപകടം തിങ്കളാഴ്ച രാത്രി ബർമറിന് സമീപം. പൈലറ്റ് രക്ഷപ്പെട്ടു. പതിവ് പരിശീലന പറക്കലിനിടെ ഉണ്ടായ സാങ്കേതിക തകരാറാണ് അപകട കാരണം. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ ജനങ്ങൾക്ക് സന്ദർശിക്കാൻ അനുമതി. ഉത്തരവ് 3 മാസത്തേക്ക്. ഒരേ സമയം 20 പേർക്ക് മാത്രം പ്രവേശനം.